ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കല്ലുമ്മക്കായ നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടാറില്ലേ, ആ സ്പെഷ്യൽ ഐറ്റം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കല്ലുമ്മക്കായ കിട്ടുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി എന്തായാലും നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ തേങ്ങ എടുക്കണം. അതിലേക്ക് പെരിഞ്ജീരകം, പിന്നെ അതേപോലെ നല്ല ജീരകം, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് വെല്ലുള്ളിയാണ്. ഞാനിവിടെ ചെറിയുള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു അരച്ച കൂട്ടില്ലേതാ ഇങ്ങനെ ചെറിയ ഇത്തിരി വെള്ളത്തിലാണ് അരയ്ക്കുന്നത്. പിന്നെ വേണ്ടത് പുട്ടുപൊടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയില്ലേ, ചോറ് വെക്കുന്ന അരി, അതാണ് വെള്ളത്തിൽ കുതിർത്തിട്ട് അരക്കിയെടുക്കുക. ഞാനിവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് പത്തിരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി കല്ലുമ്മക്കായ ഇവിടെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി നല്ല വെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് വന്ന കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അത് ഇതിലേക്ക് ഞാൻ ഈ കൂട്ടിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വേറെ പുളിപ്പ് പോലത്തെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കല്ലുമ്മക്കായ പുഴുങ്ങാതെ വേണം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ പൊളിക്കുന്ന സമയത്ത് അതിലത്തെ ഈ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ കൂടെ അരയ്ക്കും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു ചെറിയ തരിയോട് കൂടിയുള്ള മാവാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ പുട്ടുപൊടി എടുത്തിരിക്കുന്നത്. ഇനി മൂടേരി എടുക്കുകയാണെങ്കിൽ തന്നെ നല്ലത് പേസ്റ്റ് പോലെ അങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു മിക്സ് ചെയ്തിട്ട ഈ ഒരു മാവ് ഈ ഒരു കല്ലുമ്മക്കായയിൽ നല്ല അടിപൊളിയായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ട, കറക്റ്റായിട്ട് എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ട് നല്ല ഷേപ്പിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ആവി കയറ്റുന്നൊരു പാത്രത്തിലേക്ക് ഈ കല്ലുമ്മക്കായ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം, ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഇനി ആവിയിൽ വെന്ത് അടിപൊളിയായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് നമ്മളെ കല്ലുമ്മക്കായൊക്കെ. ഇനി ഇതിനെ തണയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. ഈ നേരം കൊണ്ട് നമുക്കിത് പൊരിക്കാനുള്ള മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് മുളക് പൊടി, കശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അരച്ച ഒരു പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം പോലെ മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി നമ്മൾ ഈ വേവിച്ചെടുത്ത കല്ലുമ്മക്കായയില്ലേ, ഇതിനെ പൊളിച്ചെടുക്കണം. കടയിലൊക്കെ ഇത് മൊത്തത്തിൽ മുക്കിയിട്ട് പൊരിക്കുക ചെയ്യുക, പക്ഷേ നമുക്ക് ഇത് പൊളിച്ചെടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ പൊളിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഈ തൊലി വേഗം പൊളിഞ്ഞ് കിട്ടും കേട്ടോ. നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊളിച്ച ഈ ഒരു കല്ലുമ്മക്കായുടെ തോടില്ലേ, അത് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാവുന്നതാണ്. ഇത് പൊളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പൊളിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു വേസ്റ്റ് ഇല്ലേ, അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പൊളിക്കുന്നത്. കടയിൽ ഇതൊന്നും കളയുന്നുണ്ടാവില്ല, പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇതിലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ പൊളിച്ചൊക്കെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇത് പൊളിച്ച് ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മുളക് പൊരിക്കാൻ വേണ്ടി കൂട്ട് വെച്ചിട്ടില്ലേ മുളകിൻ്റെ, അപ്പോൾ അതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. മുളകൊക്കെ ഓരോ ആവശ്യത്തിനനുസരിച്ചിട്ടോ, കൂടുതൽ വേണം കൂടുതൽ, കുറച്ചാക്കിയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായിട്ടൊരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക. ഇത് മുക്കിയും പൊരിക്കുക കേട്ടോ, അല്ലാതെ മീൻ പൊരിക്കുന്ന പോലെയും പൊരിക്കാം. അപ്പം ഞാനിവിടെ മീൻ പൊരിക്കുന്ന പോലെ അങ്ങനെ കുറേ എണ്ണയിലിട്ടിട്ടല്ല പൊരിക്കുന്നത്, സാധാ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നിറയെ എണ്ണ ഒഴിച്ചിട്ട് അതിൽ മുക്കി പൊരിക്കുന്ന പോലെ പൊരിക്കുക കേട്ടോ. അതിന് വേറൊരു ടേസ്റ്റാണ്, ഇതിന് വേറൊരു ടേസ്റ്റാണ്. ഇതിപ്പം കുറച്ച് ഭാഗം മാത്രമല്ലേ വേവാനുള്ളൂ, ഈ ഒരു മസാല മാത്രം വേവാൻ. ഉള്ളൊക്കെ വെന്ത ഒരു ഐറ്റം അല്ലേ, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഷാലോ ഫ്രൈ പോലെ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ അതേ മുരിച്ചാൽ നമ്മളെ ഈ ഒരു കല്ലുമ്മക്കായ ഇതവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. പിന്നെ അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.